മണ്ണാർക്കാട് നമ്മുടെ 2 പ്രവർത്തകന്മാരെ കൊന്നത്. എന്റെ പ്രവർത്തകരെ, നിങ്ങളതിന്റെ ഗൗരവമറിയോ? ഏതെങ്കിലും നാട്ടിലുള്ള ഒരു സാധാരണ കുട്ടികളെയല്ല ഇവർ കൊന്നത്. അവർക്കും അവരുടേതായ വിലയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവര് ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല. ഇവരിവരെ കൊന്നത് ഒരു മഹല്ലത്തിലെ കാരണവന്മാരെയാണ്. നിങ്ങൾ മണ്ണാർക്കാട് കല്ലാർകുഴിയും ഈ കൊല ചെയ്യപ്പെട്ട കുഞ്ഞിയംസയുടെയും നൂറുദ്ദീന്റെയും വീട്ടിൽ ചെന്നാൽ ഏക്കറക്കണക്കിന് തെങ്ങുന്തോട്ടം, അതിന്റെ ഉള്ളിൽ മനോഹരമായ വലിയൊരു വീട്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്ത ഒരൊറ്റ മനുഷ്യരും ആ മഹല്ലിലില്ല. അത്രയധികം പരോപകാരം, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ മനുഷ്യർക്കൊക്കെ സഹായം നൽകുന്ന ആളുകൾ. ഇവരെ പിതാവ് വഖഫ് ചെയ്ത സ്ഥലത്തുള്ള പള്ളി നിങ്ങൾ നോക്കണം. ആ പള്ളി ഇവരെ കുടുംബത്തിൽ ഇവർ വഖഫ് ചെയ്ത സ്ഥലത്തുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ഈ അടുത്ത ദിവസം മെഹ്റാബിൽ നിന്ന് AP ഉസ്താദിന് തെറി പറയുന്ന പ്രസംഗം, മാത്രമല്ല പള്ളിയിൽ നിന്ന് SKSSFകാരന്റെ പിരിവ്. ഇത് കണ്ടപ്പോ അവിടുത്തെ SYSന്റെ പ്രവർത്തകർ, ഒരു വിഭാഗത്തിന് മാത്രം നമ്മുടെ പള്ളിയിൽ പിരിവെടുക്കാൻ പറ്റൂല, ഞങ്ങളും സാന്ത്വന പ്രവർത്തനം നടത്തുന്നുണ്ട്, ഞങ്ങൾക്കും പിരിവെടുക്കാൻ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്കും അനുവാദം വേണം. അപ്പോഴാണ് ചെളാരി സമസ്തക്കാര് പറയുന്നത്, ഈ പള്ളി ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, കുഞ്ഞിയംസയുടെയും നൂറുദ്ദീന്റെയും വാപ്പ നാട്ടുകാർക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച നാട്ടുകാരെ പള്ളി. 2 വിഭാഗം. നിങ്ങളെ ഈ പള്ളി ഇന്നുവരെ നിങ്ങൾ സംയുക്ത കമ്മിറ്റി എന്നാണല്ലോ പറയുന്നത്. ആ നിലക്ക് സംയുക്തമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി ഇവർ മാത്രം സ്വകാര്യമായി അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നത് കണ്ടപ്പോ കുഞ്ഞിയംസ നാട്ടുകാരോട് പറഞ്ഞു, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നിസ്കരിക്കാനാണ് എന്റെ വാപ്പ പള്ളിക്ക് സ്ഥലം തന്നത്, അവിടെ ഗ്രൂപ്പീസം പറ്റില്ല. ഇവർ പറഞ്ഞു, ഞങ്ങൾ ചെളാരിക്കാരെ പള്ളിയാണ്. ഇതിനെതിരെ വഖഫ് ബോർഡിന്റെ ട്രൈബ്യൂണലിൽ നിന്ന് ഇഞ്ചക്ഷൻ വാങ്ങി. അതായത് ഇവിടെ ഗ്രൂപ്പീസം പാടില്ല, ഏകപക്ഷീയമായ പിരിവ് പാടില്ല എന്ന വിധി അദ്ദേഹം സമ്പാദിച്ചു. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞു. കുഞ്ഞിയംസയുടെ ഈ ജുമഅത്ത് പള്ളിയല്ല, വേറെ ഇവർക്ക് 2 പള്ളിയുണ്ട്. ഈ കുടുംബത്തിന് വേറെ 2 പള്ളിയുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ ഇവർ സ്വന്തമായി മദ്രസ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ മദ്രസയിലെ ഒരു മുഅല്ലിം കൂടിയാണ് ഈ നൂറുദ്ദീൻ. NSSFന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം, മുഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇവർ സ്വന്തമായി നിർമ്മിച്ച നമ്മുടെ മദ്രസയില് ഒരധ്യാപകൻ, ശമ്പളം വാങ്ങാത്ത അധ്യാപകൻ, വലിയ ബിസിനസ്സുകാരനാണ് നൂറുദ്ദീൻ. കാരന്തൂർ നമ്മുടെ മർക്കസിൽ ഒരുപാട് കാലം ബോർഡിങ്ങിൽ പഠിച്ച കുട്ടിയാണ് ഈ നൂറുദ്ദീൻ. നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത കുട്ടിയാണ് നൂറുദ്ദീൻ. കുഞ്ഞിയംസ നാട്ടിലെ മൊത്തം മധ്യസ്ഥനാണ്. ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞു. ആ കാറിൽ കുഞ്ഞിയംസ, അനുജൻ നൂറുദ്ദീൻ, ഇവരെ മൂത്ത ജ്യേഷ്ഠൻ കുഞ്ഞാൻ ഹാജി, ഈ 3 ആളും. അപ്പോൾ ഇവരെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അൻസാരി എന്നൊരാളുണ്ട്. ആ കുട്ടിയെ നിന്നെ വീട്ടിലെത്തിച്ചു തരാന്ന് പറഞ്ഞ് അവനെയും വണ്ടിയിൽ കയറ്റി. അൻസാരിയെ പള്ളിയിൽ കൊണ്ടുപോയി ഇറക്കി വരുമ്പോ വഴിയിലൊരു പീടികയുണ്ട്. ആ പീടിക അടുത്തെത്തിയപ്പോ 1-2 കുട്ടികൾ കൂവിക്കൊണ്ട് കാറിന്റെ മുന്നിലേക്ക് ചാടി ബ്ലോക്കാക്കി. കാറ് പെട്ടെന്ന് ചവിട്ടിയപ്പോ, ബ്രേക്കിട്ടപ്പോ ഈ പീടികയുടെ മറവിൽ നിന്നുള്ള ഒരുപാട് ഖാബാലുകൾ, ചേളാരി സമസ്തക്കാർ, ആയുധധാരികൾ, അവർ ആയുധവുമായി ഇവർ വന്നിട്ട് ആദ്യം കുഞ്ഞിയംസയെ വെട്ടി. വെട്ടേറ്റ് രക്തത്തിൽ കുതിർന്ന ഹംസ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. അതൊരു ലീഗുകാരന്റെ വീടായിരുന്നു. ആ ലീഗുകാരൻ ആ വീടങ്ങ് പൂട്ടിയിട്ട്, വാതിൽ പൂട്ടിയിട്ട്, ഈ കാബാലികളെ വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടിന്റെ ഉള്ളിലിട്ട് നിഷ്ഠൂരമായി തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കുത്തിക്കൊലപ്പെടുത്തി. ഓ ചേളാരി സംസ്ഥക്കാരെ, ലോക ചരിത്രത്തിൽ ഇങ്ങനെ മനസ്സാക്ഷിയില്ലാത്തൊരു കൊലപാതകം മുമ്പെങ്ങാൻ ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അഭയം തേടി വന്ന കുഞ്ഞിയംസ എന്ന നാട്ടിലെ കാരണവൻ വെട്ടേറ്റൊരു വീട്ടിലേക്ക് ഓടി വന്നപ്പോ വീട്ടിന്റെ ഉള്ളിലേക്കാക്കി വാതിലടിച്ച് അതിന്റെ ഉള്ളിൽ വെച്ച് കുത്തിക്കൊന്നു. ആളുകൾ അറിയാൻ കാരണം അൻസാരി പുറത്തിറങ്ങി പറഞ്ഞതാണ്. ഇങ്ങനെ വണ്ടി ബ്ലോക്കാക്കിയതും എന്തൊക്കെയോ സംഭവിച്ചതും. ആളുകൾ വന്നപ്പോ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മൃതദേഹം കിട്ടി.
അവിടുത്തെ MLA CPIM-ന്റെ MLA ആണ് ശിവദാസ്. അദ്ദേഹം വിഷയത്തിൽ ഇടപെട്ട് ഈ മയ്യത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോഴാണ് അനുജൻ നൂറുദ്ദീനുണ്ട്, അതുപോലെ ജ്യേഷ്ഠൻ കുഞ്ഞാനാജിയുണ്ട്. കുഞ്ഞാനാജിയും വറ്റേറ്റ് വേറൊരു ഭാഗത്തേക്ക് ഓടി വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൂറുദ്ദീൻ ഉണ്ടെന്നറിയുന്നത്. നൂറുദ്ദീൻ എവിടെയും കാണാനില്ല. അവസാനം ശിവദാസ് MLA മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാത്രി 11:30 മണിക്ക് അവിടുത്തെ പോലീസുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് കല്ലാങ്കുഴിയിലെ ഒരുപാട് കുറ്റിക്കാടുകൾ തെരഞ്ഞപ്പോഴാണ് ഒരു താട്ടിന്റെ ഉള്ളിൽ തലയൊട്ടി പോലും 4 പിളർക്കപ്പെട്ട രൂപത്തിൽ, അംഗങ്ങൾ മൊത്തം ഛേദിക്കപ്പെട്ട രൂപത്തിൽ നൂറുദ്ദീന്റെ മൃതദേഹം കിട്ടിയത്. ചേളാരി സമസ്തക്കാർക്ക് മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഈ കൊലപാതകത്തെ അവർ തള്ളിപ്പറയാത്ത കാലത്തോളം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നാളെ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരികയില്ലേ എന്ന് മനസ്സാക്ഷിയുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ആ കുടുംബത്തിൽ വരാനും ബാക്കിയുണ്ട്. കുഞ്ഞാനെന്ന ജ്യേഷ്ഠൻ അതീവ ഗുരുതരമായി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹം കൂടെ മരിച്ചാൽ ആ വലിയ പ്രമാണി കുടുംബത്തിന്റെ ആളുകളില്ലാതെയാവുകയാണ്. അവർ അനാഥകളാകുന്നത് നൂറുദ്ദീന്റെയും കുഞ്ഞിയംസയുടെയും മക്കൾ മാത്രമല്ല, ആ നാട്ടുകാരാണ്. അവർ നിങ്ങളൊന്ന് പോയി നോക്കൂ. മുസ്ലിങ്ങളെക്കാൾ അവിടെ കരയുന്നത് ആ മുസ്ലിം സുഹൃത്തുക്കളാണ്. എന്റെ മകളെ കല്യാണത്തിൽ സഹായിച്ച അംസക്ക, എന്റെ പെങ്ങളെ കല്യാണത്തിൽ സഹായിച്ച അംസക്ക, ഞങ്ങൾക്ക് കരുവിക്ക് അരിതരാറുള്ള അംസക്ക, ആ അംസക്കയെ ഈ സുന്നിക്കാർ കൊന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നെടുവീർപ്പിടുന്ന ഹിന്ദു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കല്ലാങ്കുഴിയിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ആരായിട്ടാണ് ഇവരെ കാണുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളുടെ കൂടാരമായി ഇവർ മാറിയിട്ടുണ്ട്. മാത്രമോ മിനിയാന്ന് ഞങ്ങളെ 2 പ്രവർത്തകന്മാര് ഈ കൊലപാതകത്തിന്റെ ശേഷം ഞങ്ങളെ 2 പ്രവർത്തകന്മാരെ കാഞ്ഞങ്ങാട് വെച്ച്